കേരള സർവകലാശാലയുടെ മുൻ ചെയർമാൻ, മുൻ മുഖ്യമന്ത്രി VSന്റെ പ്രൈവറ്റ് സെക്രട്ടറി പി കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചുവെന്ന ആരോപണത്തിൽ പാർട്ടിക്ക് പുറത്ത്. അങ്ങനെ ഏറെ കഥകളുള്ള ലതീഷ് ബി ചന്ദ്രൻ സ്വന്തം പെൻഷൻ തുകയിൽ നിന്നും മിച്ചം പിടിച്ച് സ്വന്തം നാട്ടിലൊരു ജനകീയ ലാബ് തുറക്കുന്നു. VSന്റെ ഓർമ്മയിൽ ഒരു മെഡിക്കൽ ലാബ്. 2006-2011 നമ്മുടെ സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രി സഖാവ് VS പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ഞാൻ. ആ സമയത്ത് എനിക്ക് അതിന് ശേഷം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ തുക സ്വരുക്കൂട്ടി വെച്ചാണ് ഞാൻ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ലാബ് തുറക്കാൻ ആലോചിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ലാബിൻ്റെ മൂലധനം കണ്ടെത്തിയത്. ആ പണം ആണ് എന്നുള്ളതും ഒരു പ്രത്യേകത എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് എനിക്ക് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ജോലി കിട്ടിയത്. ആ പൊതുപ്രവർത്തകനായി കിട്ടിയ ജോലി കൊണ്ട് അതിൽ ലഭിച്ച തുച്ഛമായ പെൻഷൻ തുക ഞാൻ നാട്ടുകാർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വലിയ അതിശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. VSന്റെ മുഖം ചേർത്ത് വെച്ചിരിക്കുന്ന ജനകീയ മെഡിക്കൽ ലാബിൽ തൊഴിലുറപ്പ്, കുടുംബശ്രീ അംഗങ്ങൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് പരിശോധനയ്ക്ക് ചിലവാകുന്നതിൻ്റെ 50% മാത്രമേ ചെലവുള്ളൂ. ഈ നാട്ടിലെ കൂടുതലും കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും എല്ലാം അധിവസിക്കുന്ന ഒരു തൊഴിലാളി മേഖലയാണ് ഈ നാട്. ഒരു ഗ്രാമപ്രദേശമാണ്. ആ പ്രദേശത്ത് അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് അന്നന്ന് ഉപജീവന മാർഗം നടത്തുന്ന സാധാരണക്കാരായ ആൾക്കാർ അധിവസിക്കുന്നൊരു പ്രദേശമാണ്. അവിടെ നമ്മൾ ഇത്തരത്തിൽ 50% നിരക്കിൽ എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായ പരിശോധനകളും നടത്താൻ കഴിയുന്ന ഒരു ഹൈടെക് ജനകീയ ലാബ് നാട്ടിൻപുറത്ത് തുടങ്ങിയാൽ എന്താണ് എന്ന ചിന്തയാണ് എന്നെ ഈ ജനകീയ ലാബിൽ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. സ്മാരകം കത്തിക്കലിൽ കോടതി വെറുതെ വിട്ടിട്ടും പാർട്ടി ചേർത്ത് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ 12ാം വാർഡിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ തന്നെ നാട്ടുകാരുടെ വോട്ടിൽ തോൽപ്പിച്ചു. വാർഡ് മെമ്പറുടെ സമ്മാനത്തിൽ വോട്ടർമാർക്കും പെരുത്ത സന്തോഷം. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. കാരണം ഞങ്ങൾ ഇവിടുന്ന് നേരെ മുഹമ്മയ്ക്ക് പോകേണ്ടതാണ്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അരികിൽ ഞങ്ങളുടെ 12ാം വാർഡിൽ മെമ്പർ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സമ്മാനമെന്ന് വേണം പറയാൻ. സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരുപാട് അകലെ പോകണ്ടല്ലോ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ പറ്റത്തന്നെ ഞങ്ങൾക്ക് ഓടി വരാമല്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ. CPMൽ ഇടമില്ലാത്തതിനാൽ ആലപ്പുഴ MP KC വേണുഗോപാലും മന്ത്രി P പ്രസാദും നാട്ടുകാരിൽ ചില പ്രമുഖരും ലതീഷിന്റെ ജനകീയ ലാബിന്റെ ഉദ്ഘാടകരായെത്തും. മനുഷ്യർക്ക് ഉപകാരമുള്ളത് ചെയ്യുന്നവരുടെ പാർട്ടി നോക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? മനുവിനൊപ്പം ഐപ്പു വള്ളികാടൻ. നമസ്കാരം.